ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കല്യാണിയും കാദംബരിയും കാർത്തികയും കൂടി ചേർന്നിട്ട് പ്രകാശം കിടക്കുന്ന ഐസിയുന്റെ ഉള്ളിലേക്ക് കയറുവാണ്. മാസ്ക് വെച്ചിട്ടാണ് കയറുന്നത്. കല്യാണി അങ്ങനെ കൂടുകൂടാന്നിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. കാർത്തികക്കും കാദംബരിക്കും പ്രകാശിന്റെ കിടപ്പ് കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. കല്യാണി പതുക്കെ 2 പ്രാവശ്യം അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. പ്രകാശം പതുക്കെ കണ്ണുകൾ ഇങ്ങനെ ചിമ്മുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട് പ്രകാശിനോട്, കണ്ണ് തുറന്നിട്ടില്ല. പ്രകാശം പറയുന്നുണ്ട്, അച്ഛ അച്ഛ ഞാൻ വന്നു അച്ഛ, ദേ ഞങ്ങൾ 3 മക്കളും അച്ഛനെ കാണാൻ വേണ്ടി വന്നു അച്ഛ, കണ്ണ് തുറക്കുക അച്ഛ, നോക്കച്ച അച്ഛനെ, ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കാണുന്നത് ഭയങ്കര ഇഷ്ടമല്ല, ഞങ്ങൾ 3 പേരും വന്നു അച്ഛ, ഒന്ന് കണ്ണ് തുറക്കച്ച എന്ന് കല്യാണി പറയാണ്. പ്രകാശം പതുക്കെ കണ്ണുകൾ ഇങ്ങനെ തുറക്കുന്നുണ്ട്. കല്യാണി പൊട്ടിക്കരിഞ്ഞു പോവാണ്. അച്ഛ എന്ന് പറഞ്ഞിട്ട് കൈ പിടിക്കുന്നുണ്ട് പ്രകാശന്റെ. മോളെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രകാശന് സംസാരിക്കാൻ പറ്റുന്നില്ല മാസ്ക് വെച്ചുകൊണ്ട്. പ്രകാശം പതുക്കെ നോക്കുമ്പോഴേക്കും കാദംബരി ഉണ്ട്, കാർത്തിക ഉണ്ട്. മക്കളെ നിങ്ങൾ വന്നോ, ഒന്നും വേണ്ട അച്ഛൻ, സംസാരിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അച്ഛൻ പേടിക്കൊന്നും വേട്ടോ, പനി കൂടിയതാണ്, വേറെ പ്രശ്നമൊന്നും ഇല്ല അച്ഛനാ. നോക്ക്, ഞങ്ങൾ 3 പേരും ഒരുമിച്ചുണ്ട് അച്ഛാ, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ഞങ്ങൾ 3 പേരും അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി ആർക്കും അച്ഛനോട് ഒരു വിരോധവും ഇല്ല അച്ഛാ എന്ന് പറയാണ്. അച്ഛൻ ഞങ്ങൾക്കിപ്പോ 3 പേർക്കും വിശ്വാസമാണെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ പ്രകാശം പൊട്ടിക്കരഞ്ഞു പോവാട്ടോ. കല്യാണി പറഞ്ഞിട്ട്, എന്തിനാ അച്ഛൻ കരയണത്? അച്ഛൻ കരയാൻ പാടില്ല. നോക്ക്, ഡോക്ടർ ഞങ്ങളുടെ 2 മിനിറ്റ് ഇവിടെ നിന്നാ മതി എന്നാ പറഞ്ഞത്. അച്ഛൻ്റെ അടുത്ത് ഒരുപാട് നേരം നിൽക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിൽക്കാൻ പറ്റില്ല അച്ഛാ, കുഴപ്പമില്ല. ഇതിന്റെ ഇതൊക്കെ മാറുമ്പോഴേക്കും അച്ഛൻ വാർഡിലേക്ക് മാറ്റും. അപ്പൊ ഞങ്ങൾ 3 പേര് മാറി മാറി അച്ഛൻ്റെ അടുത്ത് നിൽക്കാൻ കേട്ടോ എന്ന് പറയാണ്. പ്രകാശൻ 2 കൈകളും കൂപ്പി കല്യാണി അടുത്ത് ഇങ്ങനെ കൂപ്പി ഇങ്ങനെ നിൽക്കുക. പൊട്ടിക്കരനോട് കല്യാണിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കല്യാണിക്ക് വിഷമവുന്നുണ്ട്. അത് കണ്ട് കാർത്തികയും കാദംബരിയും ഒക്കെ കരയുന്നുണ്ട് കേട്ടോ. സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, നിങ്ങൾക്ക് 3 പേർക്ക് മാസ്ക് വെക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞതല്ലേ, മാസ്ക് വെക്കാൻ പറയാണ്. അച്ഛനൊന്ന് കാണാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല മാസ്ക് വെക്കുക, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി, ഇപ്പൊ ഒരുപാട് സമയം എന്ന് പറയാണ്. അങ്ങനെ 3 പേരും പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. കല്യാണി പറഞ്ഞിട്ട്, അച്ഛൻ വിഷമിക്കാട്ടോ, ഞങ്ങൾ 3 പേരും പുറത്തുണ്ട്, കിരണേട്ടനും ഉണ്ട്. കിരണേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇപ്പൊ വരും, അച്ഛൻ വിഷമിക്കട്ടെ, ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അമ്മമ്മയുടെ പറഞ്ഞിട്ടുണ്ട്, അമ്മമ്മയും വരും എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോവുകയാണ്. പ്രകാശിന്റെ കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ തുളുമ്പി ഒഴുകുക കേട്ടോ. അങ്ങനെ പ്രകാശിന്റെ നില അതീവ ഗുരുതരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശം പെട്ടെന്ന് കണ്ണടയ്ക്കുന്നുണ്ട്. പിന്നെ പ്രകാശം വളരെ വേഗത്തിൽ തന്നെ ശ്വാസം എടുത്ത് വിടുവാണ്. അതിനുശേഷം കല്യാണി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ദീപ പറയുന്നുണ്ട്, അച്ഛനെയൊക്കെ കണ്ടു വന്നല്ലോ അല്ലേ? ആ, കണ്ടു വന്നു. അച്ഛൻ ഒട്ടും വയ്യമ്മേ, നിമോണിയ കൂടി, ഇപ്പോ ലെങ്സ് ഒക്കെ ക്ലിയർ ആക്കണമെന്ന് ഡോക്ടർ പറഞ്ഞേക്കണേ, എങ്കിൽ മാത്രം എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ പറഞ്ഞേക്കണേ. ലെങ്സിലേക്കൊക്കെ നിമോണിയയുടെ ഇത് കൂടിയിട്ടുണ്ടെന്ന് പറയാണ്. അയാൾ ചെയ്ത കൂട്ടിനൊക്കെ അയാൾ അനുഭവിക്കുകയാണ് അമ്മേ, അങ്ങനെ പറയാൻ പറ്റുമോ അമ്മേ? നോക്ക്, നാളെ ആർക്കും എന്ത് വേണേലും സംഭവിക്കും, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ലെന്ന് പറയുമ്പോഴേക്കും, മോളെ നീ ഇത്ര പെട്ടെന്ന് എല്ലാം മറന്നു, എങ്ങനെയാ മോളെ നിനക്ക് ഇത്ര പെട്ടെന്ന് അയാൾ ചെയ്ത തെറ്റുകളൊക്കെ മറക്കാൻ പറ്റുന്നത്? ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴേക്കും ചെയ്ത തെറ്റുകളൊക്കെ നീ മറന്നു? 25 വർഷം അനുഭവിച്ചതൊക്കെ നീ മറന്നുപോയോ? അമ്മേ, ഞാൻ 25 വർഷം അനുഭവിച്ചു, ശരി തന്നെയാണ്, പക്ഷെ എൻ്റെ അച്ഛനല്ലേ അമ്മേ ഹോസ്പിറ്റലിൽ കിടക്കണത്, അന്യരൊന്നും അല്ലല്ലോ എന്ന് പറയാണ്. എനിക്ക് പേടിയാ മോളെ, പല കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. അവൻ ആ വിക്രമാദിത്യൻ എപ്പോ വേണമെങ്കിലും പരോളിലിറങ്ങി ഇങ്ങോട്ട് വരുമോന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് മോളെ. അവൻ നിങ്ങൾ എന്തിനും ചെയ്യുമെന്നുള്ള പേടിയാ എനിക്ക്. അമ്മ പേടിക്കണ്ട അമ്മേ, ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. എന്നാലും അവൻ ഇനി വരുമ്പോൾ അവനെ ശരിക്കും സൂക്ഷിക്കണം. അവൻ പരോളിൽ ഇറങ്ങുന്ന വാർത്ത ഒരു നെട്ടലോടെയാണ് ഞാൻ കേൾക്കണത് എന്ന് പറയാണ്. അവൻ ഇനി എന്തായാലും പരോളിന് വരുവാണെങ്കിൽ നിന്നെയും അതുപോലെ തന്നെ കാർത്തികിനെയൊക്കെയും അവൻ ഇല്ലാതാക്കാൻ പോണത് അത് ഉറപ്പാണ്. അമ്മ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമ്മ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല മോളെ, അയാൾ വാർഡിലേക്ക് മാറട്ടെ, എന്നിട്ട് ഞാൻ ആലോചിച്ചിട്ട് വരാം. എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് അയാളെ മറക്കാൻ പറ്റും, അയാൾ ചെയ്ത തെറ്റുകളൊക്കെ മറക്കാൻ പറ്റുമായിരിക്കും, കാരണം നിങ്ങൾ അയാളുടെ മക്കളായതുകൊണ്ടാണ്. പക്ഷെ എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല, കാരണം എന്നെയും ചന്ദ്രസേനൻ, അതായത് കിരണിന്റെ അച്ഛനെയും കുറിച്ച് അവിഹിത കഥയാണ് അയാൾ കോടതിയിൽ മുമ്പേ പറഞ്ഞത്. അയാൾ മാത്രം, അയാളുടെ മോൻ, അതായത് വിക്രമാദിത്യന്റെ മോനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. എത്രമാത്രം മോശമായിട്ടാണ് അവര് കോടതിയിൽ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്കതൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അമ്മ, എനിക്ക് മനസ്സിലായി, അമ്മക്കെന്നല്ല ആർക്കും അത് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. എങ്കിലും ഈ ഒരു അവസ്ഥയിൽ അമ്മ പറ്റുമെന്നുണ്ടെങ്കിൽ അച്ഛനെ കാണാൻ വേണ്ടി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി അകത്ത് കയറി പോവാണ്. ശേഷം ഓണമൊക്കെ അല്ലേ, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ കാർത്തികയും കൂടിയിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് പോകുക കേട്ടോ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. ആ സമയത്ത് നമ്മുടെ അവര് ടെക്സ്റ്റൈൽസിലൊക്കെ പോയി വരുമ്പോഴാണ് നമ്മുടെ വിക്രം പരോളിന് ഇറങ്ങുന്നത് കേട്ടോ. പരോളിന് ഇറങ്ങുമ്പോഴേക്കും വിക്രം വരുന്നത് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് കല്യാണിയുടെ കിരണും നിൽക്കുന്ന വീട്ടിലേക്കാണ് വിക്രം ആദ്യം വരുന്നത്. അവിടെ വരുമ്പോൾ തന്നെ വിക്രം നോക്കുമ്പോൾ കല്യാണിയും അതുപോലെ തന്നെ കാർത്തികയും കൂടി അവർ പർച്ചേസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന രംഗമാണ് വിക്രം കാണുന്നത്. അത് കാണുന്ന വിക്രം ഹെൽമെറ്റൊക്കെ തലയിൽ വെച്ചിട്ട് അവരെ
ആക്രമിക്കാൻ തന്നെ അവരുടെ നേരെ കുതിക്കുവാണ്. അങ്ങനെ കല്യാണിയാണ് ആദ്യം മുമ്പിൽ നടന്ന് വീട്ടിലേക്ക് കയറാൻ പോണ കേട്ടോ. കല്യാണി കയറുന്ന സമയത്ത് തന്നെ വിക്രം ഹെൽമെറ്റ് ഒക്കെ വെച്ച് ബൈക്ക് ഭയങ്കര സ്പീഡിൽ കല്യാണിക്ക് നേരെ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അതായത് കല്യാണി ഇടിച്ചു തെറിപ്പിക്കുകയാണ്. കല്യാണി അപ്പൊ തന്നെ അപ്പുറത്തേക്ക് അങ്ങനെ മറിഞ്ഞ് വീഴുന്നുണ്ട്. അത് കണ്ടിട്ട് കാർത്തിക ഓടി കല്യാണിയുടെ അടുത്തേക്ക് വരുവാണ്. അയ്യോ കല്യാണി എന്ന് പറഞ്ഞിട്ട് കല്യാണിന്റെ അടുത്തേക്ക് വരുവാണ് കാർത്തിക. ആ സമയത്ത് വിക്രം എന്താ ചെയ്യാന്ന് വെച്ചാല് വിക്രം പുറകെ, അത് ഷർട്ടിന്റെ പുറകയിലായിട്ട് വലിയൊരു എന്തോ ഒരു തലക്കടിക്കാൻ വേണ്ടി ഇരുമ്പിന്റെ ഒലക്കയോ അങ്ങനത്തെ എന്തോ ഒരു സംഭവം പുറകിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാർത്തിക കല്യാണിയെ നോക്കാൻ വേണ്ടി കല്യാണിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും വിക്രം ആ ഒരു ഇരുമ്പിന്റെ സാധനം എടുത്തിട്ട് കാർത്തികയുടെ തലക്കിട്ട് നല്ല ശക്തിയായിട്ട് തന്നെ അടിക്കുവാണ്. കാർത്തികയും അവിടെ വീഴുന്നുണ്ട്. അങ്ങനെ കല്യാണിയും കാർത്തികയും കൂടി അവിടെ വീണ് കിടക്കുകയാണ്. അവിടുന്ന് ദീപ ഓടി വരുമ്പോഴേക്കും തന്നെ വിക്രം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കാണിച്ചിട്ട് പിന്നെ കാണിക്കുന്ന പ്രകാശനെ തന്നെയാണ്. പ്രകാശൻ ഹോസ്പിറ്റലിൽ പിറ്റേ ദിവസം അവിടെ കുറച്ചിട്ട് ഡേഞ്ചർ ആവാണ്. പ്രകാശിന്റെ സിറ്റുവേഷൻ കുറച്ചിട്ട് സീരിയസ് ആവാണ്. പ്രകാശിന് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പൊ ആ സ്ക്രീനിൽ കാണിക്കുന്ന കാണാം ശ്വാസം എടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഗ്രാഫ് ഇങ്ങനെ കൂടിയും കുറഞ്ഞും സ്പീഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രകാശിന്റെ അവസ്ഥ ഗുരുതരമായി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കല്യാണിക്കും കാർത്തികക്കും അപകടം പറ്റുന്ന ഭാഗമാണ് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചത്. അത് വിക്രം തന്നെയാണോ അതോ വിക്രമാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സരയു ആരെങ്കിലും വിട്ടതാണോ എന്നും അറിയത്തില്ല. എന്തായാലും മനോഹറിന്റെ ഭാഗം ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. മനോഹറിന്റെ സരയു എന്ത് ചെയ്തെന്ന് അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മനോഹർ എന്ന് പറഞ്ഞ ആള് അമേരിക്കയിൽ പോണ മുമ്പ് തന്നെ ഇല്ലാതാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. കാരണം പെണ്ണുങ്ങളെ ഇത്രയും പറ്റിക്കുന്ന ഒരാളെ ഇനി ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ലല്ലോ. പക്ഷെ നിയമം കയ്യിലെടുക്കാനുള്ള ഒരു ഇതും ആർക്കും ഇല്ല. പക്ഷെ സരയു ചെയ്തത് ശരി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് പെണ്ണുങ്ങൾ എണ്ണിയാതെ അത്ര പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പണവും സ്വർണവും ഒക്കെ എടുത്തിട്ട് അവർക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ടാണ് മനോഹർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോണത്. അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം മനോഹർ കളഞ്ഞിട്ടുണ്ട്. കുറെ പെണ്ണുങ്ങൾ വീട്ടുകാരുടെ നിർബന്ധം കാരണം വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പകുതി പെണ്ണുങ്ങൾ വിവാഹം കഴിക്കാതെ മനോഹർ ഇപ്പോഴും തിരിച്ചു വരുന്നവർ കാത്തിരിക്കുകയാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് സരയു മനോഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടി പോണത്. സരയു മനോഹറിനെ ഇല്ലാതാക്കിയാലും സരയുവിന് ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ ഇനിയുള്ള കാലം നോക്കാൻ പോണത് നമ്മുടെ കിരണും കല്യാണിയും തന്നെ ആയിരിക്കും കേട്ടോ. കല്യാണിയുടെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ കൺമണി മോളെ നല്ല മിടുക്കി കുട്ടിയായിട്ട് തന്നെ കല്യാണിയും കിരണും വളർത്തും. എന്താണ് നല്ല അടിപൊളി ഭാഗം തന്നെയാണ് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചേക്കുന്നത്. പ്രകാശിന് എന്തു പറ്റി അതുപോലെ തന്നെ കല്യാണിക്കും കാർത്തികയ്ക്ക് എന്തു പറ്റി ആ ഒരു നല്ലൊരു മൊമെന്റിലാണ് പ്രൊമോ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. വീക്കെൻഡ് പ്രൊമോ ഫുള്ളായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് പകുതിയായിട്ടൊന്നും അല്ല, അപ്പൊ ഫുള്ളും കാണിച്ചിട്ട്. അപ്പൊ ഇത് അടുത്ത ആഴ്ച തിങ്കൾ മുതൽ ശനി വരെയുള്ള ഭാഗമായിട്ടാണ് കാണിച്ചേക്കുന്നത്. സാധാരണ ഒരു ദിവസത്തെ വീക്കെൻഡ് പ്രൊമോ മാത്രമേ കാണിക്കുള്ളൂ, പക്ഷെ ഇപ്പൊ ഫുള്ളും കാണിച്ചിട്ടുണ്ട്. എന്തായാലും കാർത്തികക്കും കല്യാണിക്കും സംഭവിച്ചത് സ്വപ്നമാണോ എന്നും പറയാൻ പറ്റില്ല. മിക്കവാറും അത് സീനൊക്കെ സ്വപ്നമാവാനാണ് ചാൻസ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.